ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാനൊരു കാര്യം ഓർമ്മ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി എം മണിനോട് ഒരു വാക്ക് ചോദിക്കുന്നു പത്രക്കാർ. അപ്പോൾ എം മണി പറയുന്നത് എന്തെന്നറിയോ? കേരളത്തിലെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഇങ്ങനെ എന്തോ പറയുന്നു. അതിന് മീഡിയക്കാർ എടുത്ത് പിടിച്ച് കോൺഗ്രസ് UDF അനുഭാവികളും അതിനെ ഒരുപാട് തർക്കിച്ച്. ഇപ്പം നിങ്ങൾക്ക് തോന്നില്ലേ മൂപ്പര് പറഞ്ഞത് സത്യമല്ലേ എന്ന്? ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തതെന്നറിയോ? ഈ ഗ്രൂപ്പ് കളി. എനിക്കും വേണം സ്ഥാനം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കേരളത്തിൽ എല്ലാവരും വോട്ടിടാൻ കാരണം എന്തെന്നറിയോ? തൻ്റെ ഇടമുള്ള ഒരു നേതാവായ VD സതീശൻ ഏത് കാര്യം എതിർക്കേണ്ടടുത്ത് എതിർക്കും, പറയേണ്ടടുത്ത് പറയും. അത് ആരും ഒന്നും നോക്കാറില്ല. അങ്ങനെയുള്ള ഒരു നേതാവിന് ഇവർ പ്രതിപക്ഷ നേതാവായി മുന്നോട്ട് നയിച്ച ആ നേതാവിനെ കണ്ടിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ജയിച്ചതിന് ശേഷം KC വേണുഗോപാൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മുതിർന്ന ഒരു നേതാവ്, നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ KC വേണുഗോപാലിനെ കണ്ടിട്ടില്ല ഈ കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ചത്. VD സതീശൻ എന്ന ആ നേതാവിന് വേണ്ടി കൊടുത്ത വോട്ടാണ് അത് UDF ഓരോ ആളുകളും ഇട്ട് വിജയിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ KC വേണുഗോപാൽ മന്ത്രിസ്ഥാനത്തിൻ്റെ ഈ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നീണ്ടു പോകുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നുള്ളത്. എത്രത്തോളം നമ്മുടെ കേരളത്തിലും ഇങ്ങനെ പോയാൽ കോൺഗ്രസ് നശിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിക്കുന്നുള്ളത്. അതിന്ന് കോൺഗ്രസ്സുകാർ തന്നെ കുഴിയെടുത്ത് അതിന് മൂടാൻ നോക്കുന്നുള്ളതാണ്. ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി വരണം ആര്? അത് സതീശനായാലും KC വേണുഗോപാലും. പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന രമേശ് ചെന്നിത്തലയിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് സൈഡ് മാത്രമാണുള്ളത്. ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത് KC വേണുഗോപാലിൻ്റെ. മൂപ്പര് നല്ലൊരു നേതാവാണ്. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് തിരിച്ച് കേരളത്തിലും നശിച്ചു പോകുന്നില്ല. ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് മാർക്സിസ്റ്റും BJPയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ